ഓം ശ്രീ മഹാദേവി നമ. ഞാനിന്ന് ശ്രീ ദേവി മഹാത്മ്യ പാരായണ ക്രമത്തെക്കുറിച്ചാണ് ശരിയാവണ്ണം എങ്ങനെ പാരായണം ചെയ്യണം, വായിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ആദ്യം ഏതെല്ലാം കാര്യങ്ങൾ ഇതിൽ വർജിക്കണം എന്ന് നോക്കാം. ഗീതി ശിഖ്രി ശിരക്കമ്പി തഥാ ലിഖിത പാഠക അനർദ്ധജ്ഞോൽപകണ്ഠശ്ച ഷഡേതേ പാഠകാദമഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗീതി എന്ന് പറഞ്ഞാൽ സംഗീതത്തോടു കൂടി പാരായണം ചെയ്യുന്നവൻ. ശീഘ്രി എന്ന് പറഞ്ഞാൽ ശീഘ്രത്തിൽ, അതായത് വേഗത്തിൽ പാരായണം ചെയ്യുന്നവൻ. ശിരക്കമ്പി, ശിരസ് തലയാണ്, തല കുലുക്കിക്കൊണ്ട് പാരായണം ചെയ്യുന്നവൻ. അതുപോലെ ലിഖിത പാഠക എന്ന് പറഞ്ഞാൽ നമ്മൾ ലിഖിത എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് എഴുതി തന്നെത്താൻ എഴുതി പാരായണം ചെയ്യുന്നവൻ. അനർദ്ധ എന്ന് പറഞ്ഞാൽ അർത്ഥമറിയാതെ പാരായണം ചെയ്യുന്നവൻ. അല്പകണ്ഠശ്ച വളരെ താഴ്ന്ന ഒച്ചയിൽ അസ്ഫുടമായിട്ട് പാരായണം ചെയ്യുന്നവൻ. ഷഡേതേ ഈ 6 രീതിയിൽ വായിക്കുന്നവരും ശരിയായ വായനക്കാരല്ല, അവർക്ക് വിപരീത ഫലമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ അത്യന്തം ദോഷവും വിപരീത ഫലത്തെ ഉണ്ടാക്കുന്നതുമാണ് ഇങ്ങനെ വായിച്ചാലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തത് നോക്കാം. ചരിതാർത്ഥന്തു ന ജപേൽ ജപം ഛിദ്രമവാപ്നുയാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചരിതാർത്ഥന്തു അത് അർത്ഥം എന്ന് പറഞ്ഞാൽ പകുതി. ഓരോ ചരിത്രവും വായിക്കുമ്പോൾ പകുതി വെച്ച് നിർത്തേണ്ടി വന്നാൽ അത് ജപത്തിന് ഛിദ്രമാണ്. ഓരോ ചരിത്രവും ഏതാണെന്നും നമുക്കറിയാം. അതായത് 1-ാം അധ്യായം പ്രഥമ ചരിത്രമാണ്, 2, 3, 4 അധ്യായങ്ങൾ മധ്യമ ചരിത്രമാണ്, ശേഷം 9 അധ്യായങ്ങൾ ഉത്തമ ചരിത്രമാണ്. ഇനി അടുത്തത് നോക്കാം. പുസ്തകേ വാചനം ഹസ്തേ സഹസ്രാത് അധികം യതി തതോ ന്യൂനസ്യതു ഭവേൽ വാചനം പുസ്തകം വിന. 1000 ശ്ലോകത്തിലധികമുള്ള പുരാണാദികളും മറ്റും പുസ്തകം നോക്കിയും 1000-ൽ കുറവുള്ളവ പുസ്തകം നോക്കാതെയും പാരായണം ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തതോ ന്യൂനസ്യ എന്ന് പറഞ്ഞാൽ 1000-ൽ കുറവുള്ളത്. നമ്മുടെ ദേവി മഹാത്മ്യം 700 ശ്ലോകങ്ങളേ ഉള്ളൂ. അപ്പോൾ തത കൃതാഞ്ജലി പുടസ്തുവീത ചരിതൈരിമയി എന്ന് വൈകൃതിക രഹസ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ദേവിയെ ധ്യാനിച്ചുകൊണ്ട് കൈകൂപ്പി പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന് പറ്റില്ലാത്തവർ, നമുക്ക് എല്ലാവർക്കും ഒന്നും ഈ 700 ശ്ലോകം കാണാതെ പഠിക്കാൻ കഴിയില്ല. അപ്പോൾ ആധാരേ സ്ഥാപയിത്വാത് പുസ്തകം വാചയത്തതാന്ന് പറഞ്ഞിരിക്കുന്നത്. ആധാര എന്ന് പറഞ്ഞാൽ ഒരു പീഠത്തിൽ വെച്ച് അത് നോക്കി പാരായണം ചെയ്യണം. ഇനി ചിലർ കയ്യിൽ പിടിച്ചു വായിക്കും. ഹസ്തസംസ്ഥാപനാദേവ ഭവേദർദ്ധഫലം ധ്രുവം. കയ്യിൽ വെച്ച് പാരായണം ചെയ്യുന്നവർക്ക് പകുതി ഫലമേ കിട്ടുകയുള്ളൂ എന്നർത്ഥം. ഇനി അടുത്ത മാനസം പഠേൽ സ്തോത്രം വാചികന്തു പ്രശസ്യതേ. മാനസം പഠേൽ എന്ന് പറഞ്ഞാൽ അരുത്, ഇല്ല എന്നർത്ഥം. അതായത് മനസ്സുകൊണ്ട് വായിക്കരുത്, പാരായണം ചെയ്യരുത്. പദങ്ങളും അക്ഷരങ്ങളും സ്പഷ്ടമായി ഉച്ചരിച്ച് തന്നെ പാരായണം ചെയ്യുന്നതാണ് ശ്രേഷ്ഠം. ഇങ്ങനെ അർത്ഥമറിഞ്ഞ് വിധിയാകുമെന്ന് അനുഷ്ഠിക്കുന്നവർക്ക്, അതായത് പാരായണം ചെയ്യുന്നവർക്ക് വളരെ വളരെ വേഗത്തിൽ ഫലസിദ്ധി ഉണ്ടാകുമെന്ന് നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്യണ്ട എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തത് എങ്ങനെ പാരായണം ചെയ്യാൻ തുടങ്ങാമെന്നാണ്. നമ്മൾ ശ്രീ ഗണേശ ശാരദ ഗുരുഭ്യോ നമ എന്ന് പറഞ്ഞ് നമ്മൾ പാരായണം ചെയ്യാൻ തുടങ്ങണം. അത് ആ ടെക്സ്റ്റിൻ്റെ ആദ്യം കൊടുത്തിട്ടുണ്ടാവും, അത് നോക്കി വായിക്കുക. അത് കഴിഞ്ഞിട്ട് സാമാന്യമായിട്ട് ദക്ഷിണ ഭാരതത്തിൽ ന്യാസം തുടങ്ങി നവാംഗത്തോടുകൂടി, നവാംഗം എന്ന് പറഞ്ഞാൽ ന്യാസം, ആവാഹനം, നാമാനി, അർഗളം, കീലകം, ഹൃദയം, ദളം, ധ്യാനം, കവചം ഇവ. അതുപോലെ തന്നെ ഉത്തരഭാരതത്തിലാണെങ്കിൽ ത്രയാംഗത്തോടുകൂടി, ആരംഭത്തിൽ ത്രയാംഗം എന്ന് പറഞ്ഞാൽ 3 അംഗങ്ങൾ, കവചം, അർഗളം, കീലകം, ഇങ്ങനെ ആണ് വായിക്കുന്നത് ശരിക്കും. അപ്പോൾ ഈ ദേവി മഹാത്മ്യം 1 മുതൽ 13 അധ്യായങ്ങൾ കൊണ്ട് 700 മന്ത്രങ്ങളാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ 3 ദിവസം കൊണ്ട് വായിക്കുന്നവരെങ്ങനെയാണ് വായിക്കുന്നതെന്ന് നോക്കാം. 1-ാം ദിവസം നവാംഗവും 1-ാം അധ്യായവും, ഇതിന് പ്രഥമ ചരിതം എന്ന് പേര്. 2-ാം ദിവസം 2, 3, 4 അധ്യായങ്ങൾ, ഇതിന് മധ്യമ ചരിതം എന്ന് പേര്. അതുപോലെ 3-ാം ദിവസം 5 മുതൽ 13 കൂടി അധ്യായങ്ങളും ഉത്തരാംഗവും, ഇതിന് ഉത്തരചരിതം എന്ന് പേര്. അപ്പോൾ ഇനി 7 ദിവസം കൊണ്ട് വായിക്കുന്നവർ ഇപ്പോൾ നോക്കാം. നമുക്ക് ഞായറാഴ്ച മുതൽ നമ്മൾ തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞായറാഴ്ച നവാംഗവും 1-ാം അധ്യായവും വായിക്കണം. തിങ്കൾ 2, 3 അധ്യായങ്ങൾ, ചൊവ്വാഴ്ച 4-ാം അധ്യായം വായിക്കണം. ബുധനാഴ്ച 5, 6, 7, 8 അധ്യായങ്ങൾ വായിക്കണം. വ്യാഴാഴ്ച 9, 10 അധ്യായങ്ങൾ. വെള്ളിയാഴ്ച 11-ാം അധ്യായം നാരായണീ സ്തുതിയാണ്. ഇത് ദിവസവും ജപിക്കുന്നത്, അതായത് സന്ധ്യാസമയത്ത് വിളക്ക് കത്തിച്ച് ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണെന്നാണ് പറയപ്പെടുന്നത്. സകലാഭീഷ്ട സിദ്ധി ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. 7-ാം ദിവസം ശനിയാഴ്ച 12, 13 അധ്യായങ്ങളും ഉത്തരാംഗവും പാരായണം ചെയ്ത് അവസാനിപ്പിക്കണം. ഇനി വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒഴിവാക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു. നിങ്ങളിത്
അനുവർത്തിച്ച് പാരായണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് പരിചയമുള്ളവർക്കും ഫ്രണ്ട്സിനും ഇത് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലിടാനും മറക്കരുത്. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇനി എങ്ങനെയാണ് ഇത് വായിക്കാൻ തുടങ്ങുന്നത്, ആ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. നമസ്കാരം. ശ്രീ മഹാദേവി നമ.